السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുൽക്കിലെ 15 ആയത്തുകളാണ് വിശദീകരിച്ചു കഴിഞ്ഞത്. ഇനി 16-ാമത്തെ ആയത്താണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. സൂറത്തുൽ മുൽക്കിലെ 16-ാമത്തെ ആയത്ത് ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. അപ്പോൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പുള്ള 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു വെച്ചത് ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു എന്നാണ്. എങ്ങനെയാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആ രൂപത്തിൽ അള്ളാഹു ഭൂമിയെ മനുഷ്യന്മാർക്ക് വിധേയമാക്കി കൊടുത്തു. ഇനി അതിന് ശേഷമുള്ള 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് ആ ഭൂമി വിധേയമാക്കിയ റബ്ബിന് തന്നെ ഭൂമിയിലേക്ക് മനുഷ്യന്മാരെ ആഴ്ത്തിക്കളയുവാനും ആ ഭൂമിയെ ഉപയോഗിച്ച് തന്നെ അവരെ ശിക്ഷിക്കുവാനും അള്ളാഹുവിന് സാധിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ഏതൊരു അള്ളാഹു ആണോ നമുക്ക് ഭൂമിയെ വിധേയമാക്കി തന്നത്, അതേ അള്ളാഹു ഭൂമി കൊണ്ട് തന്നെ നിങ്ങളെ ശിക്ഷിക്കും എന്നാണ് പറയുന്നത്. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള്. ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഫഇദാ ഹിയ തമൂർ. അങ്ങനെ ആഴ്ത്തിക്കളഞ്ഞാൽ ഭൂമി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സമാനമായ ആയത്ത് സൂറത്തുൽ ഫാത്തിറിലെ 45-ാമത്തെ ആയത്തിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലൗ യുആഖിദുല്ലാഹു الناس ബിമാ കസബു മാ തറക അലാ ളഹ്രിഹാ മിൻ ദാബ്ബ. അള്ളാഹു എങ്ങാനും മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഉടനെ തന്നെ ശിക്ഷ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരാൾ പോലും ചെയ്യൂല, ഭൂമുഖത്ത് ബാക്കിയാവൂല. ഒരാൾ പോലും ഭൂമുഖത്ത് ബാക്കിയാവുകയില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ. പക്ഷെ അല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അവധി വരെ നമുക്ക് നീട്ടിത്തരാം. ഫഇദാ ജാഅ അജലുഹും ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറ. അങ്ങനെ ആ നിശ്ചിത അവധി വന്നെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ അടിമയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നവനാണ് എന്നതാണ് സൂറത്തുൽ ഫാത്തിറിലെ 45-ാമത്തെ ആയത്തിൻ്റെ ആശയം. അഅമിൻതും മൻ ഫിസ് സമാ. ആകാശത്തുള്ളവനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അതായത് അവിശ്വാസികളോട് ചോദിക്കുകയാണ്, അള്ളാഹുവെ പറ്റി നിങ്ങൾ നിർഭയരാണോ? അള്ളാഹുവിനെ പറ്റി നിർഭയരാണോ എന്ന ചോദ്യത്തിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ ശിക്ഷയൊന്നും ഇറങ്ങൂല, അള്ളാഹു ഞങ്ങളെങ്ങനെ വെറുതെ വിടും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നതാണ് ആ ആശയത്തിൻ്റെ ആ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തൻ്റെ കിതാബു തൗഹീദിൽ പ്രധാനപ്പെട്ട ഒരു ശീർഷകമായി കൊണ്ടുവരുന്ന ഒരു ശീർഷകത്തോട് ഈ ആയത്തിന് സാമ്യതയുണ്ട്. അതായത് അഫ അമീനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. ഇവിടെ മനസ്സിലാക്കേണ്ടത് തൗഹീദുള്ള ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട 2 ഗുണങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്നാമത്തേത് അള്ളാഹുവിന് ഭയം ഉണ്ടാകണം, അള്ളാഹുവിനെ പേടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ പ്രതീക്ഷയും ഉണ്ടാകണം. അള്ളാഹുവിൽ തീരെ പേടിയില്ലാതെ ശിക്ഷയെക്കുറിച്ചൊന്നും ഓർക്കാതെ ജീവിക്കുന്ന ആളുകളാണ് ആര്? അവിശ്വാസികളായ ആളുകൾ. എന്നാൽ അതേ സമയത്ത് പ്രതീക്ഷയില്ലാതിരിക്കുക എന്നുള്ളതും തൗഹീദിന് കോട്ടം സംഭവിക്കും. ഒരു പ്രതീക്ഷയില്ല, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ
യാതൊരു പ്രതീക്ഷയില്ലാതെ അള്ളാഹു എന്നെ നശിപ്പിക്കും എന്ന രൂപത്തിൽ ജീവിക്കാനും പാടില്ല. മറിച്ച് ഖൗഫും പേടിയും വേണം, പ്രതീക്ഷയും വേണം. അവിടെയാണ് സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറയുന്നത് അഫ അമീനു മക്റല്ലാഹ്, അവർ അള്ളാഹുവിന്റെ മക്റിനെ തൊട്ട്, കുതന്ത്രത്തെ തൊട്ട് അവർ നിർഭയരായിരിക്കുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടക്കാരല്ലാതെ അള്ളാഹുവിന്റെ കുതന്ത്രത്തെ തൊട്ട് അവർ അമ്നിലാവുകയില്ല, നിർഭയത്വത്തിലാവുകയില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ സൂറത്തുൽ അറാഫിലെ 97, 99 ആയത്തിൽ അല്ലാഹു ചോദിക്കാൻ അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയ ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ അവരിലേക്ക് ശിക്ഷ വരികയില്ല എന്നവർ വിചാരിക്കുന്നുണ്ടോ? എന്നവർ നിർഭയരാണോ? അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ, ളുഹയുടെ സമയത്ത് അവർ കളിക്കുന്ന നേരത്ത് അവർക്ക് ശിക്ഷ വരികയില്ല എന്നവർ നിർഭയരായിരിക്കുകയാണോ? അഫ അമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അപ്പോൾ ഒരു മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിൻ്റെ പേടിയിൽ കഴിയേണ്ടവനാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിൻ്റെ പേടിയിൽ കഴിയേണ്ടവനാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സൂറത്തുൽ ഹിജ്റിലെ 56-ാമത്തെ ആയത്തിൽ പറയുന്നത് വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ, വഴിപിഴച്ച മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശയിലാവുക എന്ന്. ചില ആൾക്കാർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് പറയുന്ന വർത്താനുണ്ട്, അള്ളാഹു തരൂല, എനിക്ക് പുറത്തു തരൂല. അത് നിരാശയുടെ വർത്താനാണ്. ഒരു മുസ്ലിമിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നിരാശ ഉണ്ടാകാൻ പാടില്ല. നിരാശ ഉണ്ട് എങ്കിൽ അത് തൗഹീദിന് വിരുദ്ധാണ്. നിരാശ ഉണ്ട് എങ്കിൽ അതവൻ്റെ തൗഹീദിലുള്ള കോട്ടമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ രണ്ടും എന്ത് ചെയ്യണം? ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് അക്ബറുൽ കബായിർ, ഏറ്റവും വലിയ പാപം എന്താണ് റസൂൽ എന്ന് പറയുമ്പോൾ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്നാമത്തേത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. രണ്ടാമത്തേത് അൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നിർഭയരാവുക, ശിക്ഷയൊന്നും വരൂല എന്ന് പറഞ്ഞ് ജീവിക്കുക. മൂന്നാമത്തേത് അൽ ഖുനൂതു മിൻ റഹ്മത്തില്ലാഹ് വൽ യഅ്സു മിൻ റൗഹില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാവുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ അത് അക്ബറുൽ കബായിറാണ്, വൻപാപത്തിൽ പെട്ടതാണ്. അള്ളാഹുവിനെ ഭയപ്പെടാതിരിക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയെ ലാഘവത്തോടു കൂടി കാണുക, അതോടൊപ്പം അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയില്ലാതെ ജീവിക്കുക. ഒരു പക്ഷിയുടെ 2 ചിറകിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമാണ് ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഖൗഫിനും റജാഇനും ഉള്ളതെന്ന്. ഖൗഫും ഉണ്ടാകണം, റജാഉം ഉണ്ടാകണം. ഒരു ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേടി ഉണ്ടാകണം, അതോടൊപ്പം തന്നെ എന്തുണ്ടാകണം? അള്ളാഹു സ്വീകരിക്കും എന്ന ഒരു പ്രതീക്ഷയും ഉണ്ടാകണം. അപ്പൊ ഒരു പക്ഷിയുടെ ഒരു ചിറക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പറക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെയാണ് ഒരു അടിമക്ക് രണ്ടും എന്ത് ചെയ്യണം? വേണം എന്നുള്ളതാണ്. അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്, ഒരു മുഅ്മിൻ സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നവനാണ്, സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നവനാണ് എങ്കിൽ അവന് രണ്ടും ഒരേപോലെ വേണമെന്നാണ്. പേടിയും വേണം, പ്രതീക്ഷയും വേണം. എന്നാൽ ഒരാൾ തിന്മയിൽ മുഴുകി ജീവിക്കാൻ, ആ സമയത്ത് എന്താ കൂടുതൽ വേണ്ടത്? ഖൗഫാണ് കൂടുതൽ വേണ്ടത്. അള്ളാഹിന്റെ വിഷയത്തിലുള്ള പേടിയാണ് അത്തരം തിന്മ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടത്. മറ്റേത് പ്രതീക്ഷ ഉണ്ടായി കഴിഞ്ഞാൽ തിന്മ ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യുക? അള്ളാഹു എനിക്ക് പുറത്തു തരും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? തിന്മയിൽ ഏർപ്പെടും. അതേ സന്ദർഭത്തിൽ രോഗത്തിന്റെ അവസ്ഥ, പ്രയാസഘട്ടം, പ്രതിസന്ധി സന്ദർഭത്തിലൊക്കെ ഒരാൾക്ക് റജാഇന്റെ ഭാഗമാണ് കൂടേണ്ടത്. രോഗം വരാൻ, അപ്പോൾ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്, അതല്ല, മറിച്ച് പ്രതീക്ഷ വേണം. അള്ളാഹ് എന്ത് ചെയ്യും? അള്ളാഹ് എനിക്ക് ശിഫയാക്കി തരും, അള്ളാഹ് എനിക്ക് പുറത്തു തരും, എൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു കഴുകിക്കളയും എന്ന പ്രതീക്ഷയാണ് വേണ്ടത്. മറ്റേത് രോഗത്തിന്റെ സമയത്ത് നമുക്ക് ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് മോശമായത് ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹുവിനെ കുറിച്ച് മോശമായത് ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലാ യമുത് അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ظن ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല സൽവിചാരത്തോടു കൂടിയിട്ടാണ് ഒരു മുഅ്മിൻ മരണപ്പെടേണ്ടത്. അങ്ങനല്ലാതെ മരണപ്പെടാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എപ്പോഴും നല്ല ചിന്തകളായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നല്ലത് മാത്രം വിചാരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകണം. ഒരിക്കൽ മൻസൂർ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന രാജാവിന്റെ അടുക്കലേക്ക് വരികയാണ്. അപ്പൊ ആ രാജാവ് പറയുന്നുണ്ട്,
യാ മൻസൂർ മസ്അല, ഓ മൻസൂറെ ഒരു മസ്അല ചോദിക്കാനുണ്ട്. ഖദ് അംഹൽതുക സനതൻ കാമില, ഒരു വർഷമായി ഞാൻ താങ്കളെ കാത്തിരിക്കുന്നു എന്ന് ആ രാജാവ് അബ്ദുൽ മലിക് ബിൻ മർവാൻ പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത് മൻ അഅഖലുൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? വമൻ അജ്ഹലുൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിഡ്ഢി ആരാണ് എന്നാണ് മൻസൂർ എന്ന പണ്ഡിതനോട് ചോദിച്ചത്. വലിയ കൊട്ടാരാണ്. മൻസൂർ റഹിമഹുല്ല കൊട്ടാരത്തിന്റെ ഒഴിഞ്ഞ ഭാഗത്തിലേക്ക് പോയി ആ ഉത്തരം ഒന്ന് ആലോചിക്കാൻ വേണ്ടി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹം മറുപടി പറയുകയാണ്, യാ അമീർ അൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, അഅഖലുൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ, മുഹ്സിനുൻ ഖായിഫ്, നന്മ ചെയ്യുന്ന പേടിയുള്ള മനുഷ്യനാണെന്ത്? ഏറ്റവും ബുദ്ധിയുള്ള ആളെന്ന്. നന്മ ചെയ്യുന്നുണ്ട്, നന്മയിൽ അതിശീഘ്രം മുന്നേറുന്നുണ്ട്, എന്നാൽ അതോടൊപ്പം പേടിയുണ്ട്. അള്ളാഹു സ്വീകരിക്കുമോ, എന്തായിരിക്കും ആഖിറത്തിലെ എൻ്റെ അവസ്ഥ? അങ്ങനെ പേടിച്ച് ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. എന്നിട്ട് പറയുകയാണ് വ അജ്ഹലുൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്നത് മുസീഉൻ ആമിൻ, തിന്മകൾ ഇങ്ങനെ ചെയ്യാണ്, എന്നാൽ നിർഭയനായി ജീവിക്കുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യൂല, യാതൊരു ശിക്ഷയും എനിക്കുണ്ടാവുകയില്ല എന്ന് ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്ന്. അപ്പൊ നമ്മൾ ഈ ഉത്തരം കേട്ട സന്ദർഭത്തിൽ അബ്ദുൽ മലിക് ബിൻ മർവാൻ കരഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനയുമാർ അദ്ദേഹം കരഞ്ഞു. എന്നിട്ട് മൻസൂർ എന്ന പണ്ഡിതനോട് പറയാം, ഇഖ്റ ശൈഅൻ മിൻ കിതാബില്ലാഹി ഫഹുവ ശിഫാഉ ലിമാ ഫിസ്സുദൂർ, ഖുർആനിൽ നിന്ന് കുറച്ച് ആയത്തുകൾ എന്ത് ചെയ്യണം, പാരായണം ചെയ്തു തരണം, അത് ഹൃദയത്തിനുള്ള ശമനമാണ്. അങ്ങനെ ആയത്ത് പാരായണം ചെയ്തു കൊടുക്കാൻ. സൂറത്ത് ആല ഇമ്രാനിലെ 30-ാമത്തെ ആയത്ത്, യൗമ തജിദു കുല്ലു നഫ്സിൻ, എല്ലാ നഫ്സും ചെയ്യും എന്തൊന്നാണോ അവർ പ്രവർത്തിച്ചത് അതവർ കാണുക തന്നെ ചെയ്യും എന്നാണ് ആ ആയത്തിന്റെ ആശയം. ഒരു നഫ്സ് എന്ത് ചെയ്താലും എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ അടുക്കൽ അത് പ്രത്യക്ഷമാകും. ഇത് കേട്ട പാടെ വീണ്ടും ആ ഖലീഫ കരയാൻ ആരംഭിച്ചു. എന്നിട്ട് ആ ഖലീഫ പറയുന്ന വാക്കുണ്ട്, ഈ ആയത്ത് ശ്രവിച്ചിട്ടും ഈ ആയത്ത് കേട്ടിട്ടും ഒരാൾ തിന്മ ഒഴിവാക്കുന്നില്ല എങ്കിൽ അവനാണ് ലഖദ് ളല്ല ളലാലൻ ബഈദൻ, അവൻ അങ്ങേറ്റത്തെ വഴികേടിലാണ് ചെന്ന് പതിച്ചിട്ടുള്ളത്. കാരണം എന്ത് നന്മ ചെയ്താലും ആര് കാണും? അള്ളാഹു കാണും. എന്ത് തിന്മ ചെയ്താലും അള്ളാഹു കാണും. എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, ഓന് തിന്മയിൽ തുടരുകയാണ് എങ്കിൽ അവൻ ചെയ്യുന്നത്, അവൻ വലിയ വിഡ്ഢിയാണ്, വലിയ വഴികേടിലാണ് അവൻ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു മനസ്ഥിതി എന്നത് നമുക്ക് നല്ല ഭയം ഉണ്ടാകണം, അത് സ്വീകരിക്കോ എന്നുള്ള പേടി അത്യന്തം ഉണ്ടാകണം. മുനാഫിക്കിന്റെ വിശേഷണത്തിൽപ്പെട്ടതാണെന്ത്, മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം നിഫാഖിനെ പേടി ഉണ്ടാവില്ല. മുനാഫിക്കിന് നിഫാഖ് ഉള്ളത് കൊണ്ട് തന്നെ നിഫാഖിന് യാതൊരു പേടി ഉണ്ടാവില്ല, നിഫാഖ് ഉള്ള ആളാണ്. എന്നാൽ മുഅ്മിൻ എപ്പോഴും എന്തിനെ പേടി ഉണ്ടാവും? നിഫാഖിനെ പേടി ഉണ്ടാവുന്ന. നിഫാഖിനെ പേടിയില്ലെങ്കിൽ ഓന്റെ ഈമാൻ എന്തല്ല, അതോന് പുതുക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് നിഫാഖിനെ പേടിച്ചുകൊണ്ടായിരുന്നു സഹാബാക്കൾ അധികവും അഖില സഹാബാക്കളും ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അഅമിൻതും മൻ ഫിസ്സമാ, നിങ്ങൾ നിർഭയരാണോ? ആരെപ്പറ്റി? മൻ ഫിസ്സമാ, ആകാശത്തുള്ളവനെ പറ്റി നിങ്ങൾ നിർഭയനാണോ? അപ്പൊ ഇനി അടുത്തത് ആ ഭാഗമാണ് വിശദീകരിക്കാൻ. ആരാണ് ആകാശത്തുള്ളവൻ? അള്ളാഹു ആണ്, അല്ലെ? അള്ളാഹു ആണ് ഉപരിയിലുള്ളവൻ. അള്ളാഹു ഉപരിയിലാണ്. അവിടെയാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു അടിമ സ്ത്രീ ഉണ്ട്, ഞാൻ അടിമ സ്ത്രീയെ അടിച്ചിട്ടുണ്ട്, ഞാൻ മോചിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ അടിമ സ്ത്രീയോട് ചോദിക്കുന്നത്, മോചിപ്പിക്കാൻ വേണ്ടി തുനിയുന്ന തൊട്ട് മുമ്പ് 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിലൊരു ചോദ്യം ഐനല്ലാ, അള്ളാഹു എവിടെ? ആ സമയത്ത് പറയാണ് ഫിസ്സമാ, ആകാശത്ത്. എന്നിട്ട് ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പറയുന്നു അൻത റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് താങ്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഅതിഖഹാ ഫഇന്നഹാ മുഅ്മിന, അവളെ മോചിപ്പിച്ചു കൊള്ളുക, അവൾ മുഅ്മിനത്താണ് എന്നാ പറഞ്ഞു വെക്കുന്നത്. അവൾ മുഅ്മിനത്താണ്. അപ്പോൾ ഒരു സ്ത്രീ മുഅ്മിനാണോ അല്ലേ എന്ന് അളക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യം അള്ളാഹു എവിടെ എന്ന ചോദ്യമാണ്. അള്ളാഹു എവിടെ എന്ന ചോദ്യമാണ്. എന്നാൽ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമുള്ള വിഷയമാണ് പ്രസ്തുത വിഷയം എന്നത്. അള്ളാഹു എവിടെ എന്ന വിഷയം. ആരെങ്കിലും അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട്, ആ വാദം ശരിയല്ല.
അവൻ കുഫറിന്റെ വാദാണ്. ഓനെന്ത് ചെയ്യും? കുഫറിലേക്ക് എത്തിപ്പെടും എന്നതാണ്. അള്ളാഹു ആകാശത്താണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തല്ല, നമ്മൾ ഈ കാണുന്ന ആകാശത്തിന്റെ ചുവട്ടിലല്ല ആര്? അള്ളാഹു. മറിച്ച് അള്ളാഹു ഉപരിയിലാണെന്ന്. അള്ളാഹു ഉപരിയിലാണെന്ന്. അവിടെ ഫീ എന്നതിന്റെ അർത്ഥം തന്നെ ഒരു കാര്യത്തിന്റെ മുകളിൽ നിന്നാണ്, ഒരു കാര്യത്തിന്റെ മുകളിൽ. അപ്പൊ അള്ളാഹു ആകാശത്തിന്മേൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ആകാശം എന്ന അർത്ഥം വെക്കുമ്പോൾ നമ്മൾ കാണുന്ന ആകാശത്തിന്റെ താഴെയാണ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് സമാ എന്നതിന് അറബിയിൽ ഉന്നതി എന്ന അർത്ഥമുണ്ട്. ഉന്നതിയിൽ അള്ളാഹു എവിടെയാണ്? ഉന്നതിയിലാണ്, അർഷിന്റെ മുകളിലാണ്. അബൂ ഹനീഫ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, മൻ അൻകറ അന്നല്ലാഹ ഫിസ് സമാഇ ഫഖദ് കഫറ. ആരെങ്കിലും അള്ളാഹു ആകാശത്താണ് എന്നതിനെ നിഷേധിച്ചു കളഞ്ഞാൽ ഓൻ കാഫിറാണ്, ഓൻ കുഫ്ർ ചെയ്തവനായി മാറും. അവിടെയാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാരുടെ, ചില സംഘടനകളുടെ നിലപാടൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു എവിടെ എന്നതിനെ കളിയാക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു എവിടെ എന്നതിനെ കളിയാക്കുന്ന ആളുകൾ. അള്ളാഹു ആകാശത്താണ് എന്നത് ശരിയായ വാദമല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ശരിയല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ കളിയാക്കിയിട്ട് ഈ പറയുന്ന ആളുകൾ പറഞ്ഞു വെക്കുന്നത്, അള്ളാഹു എവിടെ എന്നൊരു ലേഖനം എഴുതി. പണ്ട് അള്ളാഹു എവിടെ എന്നൊരു ലേഖനം എഴുതിയപ്പോൾ അതിന് ഒരു വ്യക്തി മറുപടിയായി പറഞ്ഞത്, പുതിയാപ്പിളയെ കാണാതായപ്പോൾ അമ്മോശൻ കേസ് കൊടുത്തതുപോലെയാണ്, എവിടെ ഓൻ എവിടെ എന്ന് കേസ് കൊടുത്തതുപോലെയാണ് അള്ളാഹു എവിടെ എന്ന ലേഖനം എന്ന് അദ്ദേഹം കളിയാക്കുന്നുണ്ട്. അപ്പം അത് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പണ്ഡിതന്മാരാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു ആകാശത്താണെന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ചെറുപ്പകാലത്തൊക്കെ പല ആളുകൾക്കും പല കുട്ടികൾക്കും പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്, അല്ല എന്തുണ്ട്, അല്ല എല്ലായിടത്തും ഉണ്ട് എന്ന രൂപത്തിലാണ്. അപ്പം ചെറുപ്പത്തിലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ട വിഷയമാണ് അള്ളാഹു ആകാശത്തിൽ, അള്ളാഹു ഉപരിയിലാണ്, അള്ളാഹു ആകാശത്തിന്റെ മുകളിലാണ് എന്ന വിഷയം. അപ്പോൾ ആ വിഷയത്തിൽ ഒരു സംശയം പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. സംശയമുള്ളവരും കുഫറിലേക്ക് എത്തിപ്പെടും, സംശയമുള്ളവരും കുഫറിലേക്ക് എത്തിപ്പെടും. കാരണം യഖീനോടുകൂടി നിർബന്ധമായും വിശ്വസിക്കേണ്ട വിഷയത്തിൽ എന്തുണ്ടാകാൻ പാടില്ല, യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അടിസ്ഥാനം. പിന്നെ ഒരു മനുഷ്യന്റെ പ്രകൃതം തേടുന്നത് തന്നെയാണ്. ഒരു മനുഷ്യന്റെ പ്രകൃതം തേടുന്നത് എന്താ? അള്ളാഹു മുകളിലാണെന്നുള്ളതാണ്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്നത്, നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോഴൊക്കെ സംസാരത്തിലൊക്കെ ചില ആളുകൾ പറയും എല്ലാം കാണുന്ന ഒരാൾ എന്തുണ്ട്, മുകളിലുണ്ട്. അപ്പൊ നമ്മുടെ പ്രകൃതം തന്നെ തേടുന്നത് അള്ളാഹു ഉന്നതിയിലാണ്, നമ്മെ പഠിച്ചതാരാണോ അവൻ ഉന്നതിയിലുള്ളവനാണ് എന്നതിനെയാണ് നമ്മുടെ പ്രകൃതം തേടുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരുടെ നിലപാടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവർ കളിയാക്കുക മാത്രമല്ല, ഈ വിഷയത്തിനെതിരെയാണ് അവർ കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുന്നുള്ളത്. അള്ളാഹു ഇറങ്ങി വരും എന്നതിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു എവിടെയാണ്? അള്ളാഹ്ക്ക് ഇറങ്ങാൻ സമയം അമേരിക്കയിലാകുമ്പോക്ക് ഇന്ന സമയമാകൂലേ, ഇന്നടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ സമയമല്ലേ, എന്നാൽ പിന്നെ അള്ളാഹ്ക്ക് ഇറങ്ങാനും കയറാനും മാത്രമല്ലേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആകാശത്താണ് എന്ന് പറഞ്ഞു, അത് ആ രൂപത്തിൽ തന്നെ വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പിന്നെ ആയത്തിലും ഹദീസിലും വളരെ വ്യക്തമാണ് വിഷയം, ആയത്തിലും ഹദീസിലും വളരെ വ്യക്തമായി പ്രതിപാദിച്ച വിഷയമാണ്. ഇനി അടുത്തത്, ആയത്തിന്റെ അടുത്ത ഭാഗം, അൻ യഖ്സിഫ ബികുമുൽ അർദ്, ആകാശത്തുള്ളവനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്തിന്റെ വിഷയത്തിൽ? അൻ യഖ്സിഫ, നിങ്ങളെ, ഖസ്ഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയലാണ്, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാൻ. അൻ യഖ്സിഫ, അവൻ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും, ബിക്കും, നിങ്ങളെയും കൊണ്ട്. അവിടെ ബി മുസാബഹത്തിന്റെ ബ ആണ്, മുസാബഹത്തിന് വേണ്ടി വരുന്ന ബ, മുസാഹബക്ക്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെയും കൊണ്ട് അള്ളാഹു നിങ്ങളെ ആഴ്ത്തിക്കളയുകയില്ല എന്ന് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അപ്പൊ ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിലേക്ക് എന്ത് ചെയ്യാം, ശിക്ഷ എന്നോണം കൊണ്ടുപോവുക. ഖാറൂനെ അള്ളാഹ് ശിക്ഷിച്ചത് ആ രൂപത്തിലാണ്. സൂറത്തുൽ ഖസസിലെ 81-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മിനൽ മുൻതസിരീൻ. ഖാറൂൻ എന്ത് ചെയ്തു? അഹങ്കരിച്ചു.
ഖാറൂൻ അഹങ്കരിച്ച് എൻ്റെ സ്വത്താണ് എന്നൊക്കെ പറഞ്ഞു. അല്ലാഹ് എന്ത് ചെയ്തു? ഖാറൂനെയും അതോടൊപ്പം തന്നെ അവൻ്റെ ഭവനത്തെയും എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അവനെ സഹായിക്കാനായിട്ട് യാതൊരു ആളുകളും ഉണ്ടായിട്ടില്ല. അള്ളാഹു അല്ലാതെ സഹായിക്കാനായി യാതൊരാളും ഉണ്ടായിട്ടില്ല. സൂറത്തുൽ അൻകബൂത്തിലെ 40-ാമത്തെ ആയത്തിൽ ഓരോ സമൂഹത്തെയും ശിക്ഷിച്ചതിനെ കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ട്. ഫകുല്ലൻ അഖദ്നാ ബിദംബി, എല്ലാ ആളുകളെയും അവർ ചെയ്ത തെറ്റുകൾ കാരണത്താൽ നമ്മൾ അവരെ പിടികൂടി. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, ചില ആളുകൾക്ക് നമ്മൾ ചരൽ കാറ്റ് അയക്കുകയാണ് ചെയ്തത്. ചരൽ കാറ്റ് അയച്ച് അള്ളാഹു ശിക്ഷിച്ച സമൂഹമാണ് ആര്? ആദ് സമൂഹത്തെ. വമിൻഹും മൻ അഖദത്ഹു സ്വൈഹ, ചില ആളുകൾ ഘോരമായ ശബ്ദമാണ് പിടികൂടിയത്. സ്വാലിഹ് നബിയുടെ സമൂഹം. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള, ചില ആളുകളുടെ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു ഖാറൂനിനെ. വമിൻഹും മൻ അഗ്റഖ്നാ, ചില ആളുകളെ നമ്മൾ മുക്കി നശിപ്പിച്ചു. ആരെയാണ് മുക്കി നശിപ്പിച്ചത്? ഫിർഔനെയും കൂട്ടരെയുമാണ്. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിക്കുകയാണ്, വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അള്ളാഹു ഒരാളോടും അക്രമം ചെയ്യുകയില്ല, അവർ അക്രമം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അള്ളാഹ് എന്ത് ചെയ്തത്? അവരെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞത്. അപ്പൊ അങ്ങനെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞാൽ അപ്പോൾ ഹിയ ഭൂമി തമൂർ. തമൂറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗറ് എന്ന പദത്തിൽ നിന്നാണ് തമൂറു എന്ന ഫിഅൽ വന്നിട്ടുള്ളത്. മൗറ് എന്ന് പറഞ്ഞാൽ ഇളകുക എന്നാണ്. ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഭൂമി ഇളകും. അപ്പൊ അങ്ങനെ അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞാൽ ഭൂമി എന്ത് ചെയ്യും? ഇളകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഏത് റബ്ബാണോ നമുക്ക് ഭൂമിയെ വിധേയമാക്കി തന്നത്, അതേ റബ്ബിന് എന്തറിയാം? നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കാനും അള്ളാഹുവിന് കഴിയും. അത്തരം സമൂഹങ്ങളെ അള്ളാഹു ശിക്ഷിച്ചിട്ടുമുണ്ട്, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ശിക്ഷിച്ചിട്ടുമുണ്ട് എന്ന ഒരു പേടിപ്പെടുത്തലാണ് ആയത്തിലുള്ളത്. ഇനി അടുത്ത ആയത്തിൽ അം അമിൻതും, നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? മൻ ഫിസ്സമാ, ആകാശത്തുള്ളവനെ പറ്റി. അൻ യുർസില അലൈക്കും, നിങ്ങളുടെ മേൽ. യുർസില, അർസല യുർസിൽ എന്ന് പറഞ്ഞാൽ അയക്കുക. അലൈക്കും, നിങ്ങൾക്കെതിരെയായി. ഹാസിബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റുമുണ്ട്, അതോടൊപ്പം ചെറിയ കല്ലുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ശിക്ഷക്കാണ് ഹാസിബ് എന്ന് പറയുക. റീഹൻ തർജുമുക്കും ബിൽ ഹിജാറത്തി സഗീറ, ഒരു കാറ്റുണ്ടാവും, എന്നാൽ ആ കാറ്റിനോടൊപ്പം തന്നെ കല്ലുകൾ എന്ത് ചെയ്യും? ശിക്ഷയായിട്ട് വരും. അല്ലാഹു ചോദിക്കുകയാണ്, അത്തരം ശിക്ഷയിൽ നിന്ന് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അപ്പൊ അങ്ങനെ ശിക്ഷിച്ചത് ലൂത്ത് നബിയുടെ സമൂഹത്തെ അങ്ങനെയാണ് ശിക്ഷിച്ചത്. അസ്ഹാബുൽ ഫീലിനെയും ആ രൂപത്തിലാണ് ശിക്ഷിച്ചിട്ടുള്ളത്. അസ്ഹാബുൽ ഫീൽ, ആനപ്പടയെയും ആ രൂപത്തിലാണ് അള്ളാഹു ശിക്ഷക്ക് വിധേയമാക്കിയത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫസതഅലമൂന കൈഫ നദീർ. ഫസതഅലമൂൻ, നിങ്ങൾക്ക് അറിയും. കൈഫ, എങ്ങനെയാണ്. നദീർ, എൻ്റെ താക്കീത് എങ്ങനെയുള്ളതാണ് എന്ന് നിങ്ങൾ വൈകാതെ അറിയും എന്നല്ലാഹു പറയുകയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു ഒരു സമൂഹത്തെയും ശിക്ഷിക്കുകയില്ല, എപ്പോഴല്ലാതെ? അവരിലേക്ക് താക്കീതുകാരെ അയച്ചിട്ടല്ലാതെ. അത് അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ്. സൂറത്തുൽ ഇസ്രായിലെ 68-69 ആയത്തിൽ ഈ പറഞ്ഞ ആയത്തിനോട് സമാനമായ ആശയം വരുന്ന ആയത്തുണ്ട്. അഫ അമിൻതും അൻ യഖ്സിഫ ബികും ജാനിബൽ ബർരി ഔ യുർസില അലൈക്കും ഹാസിബ സുമ്മ ലാ തജിദു ലക്കും വകീല. അല്ലാഹു എങ്ങാനും ചരൽക്കാറ്റ് വർഷിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങൾക്ക് തവക്കുൽ ചെയ്യാൻ ഒരാളും ഉണ്ടാവുകയില്ല. അം അമിൻതും അൻ യുഈദകും ഫീഹി താറതൻ ഉഖറ ഫയുർസില അലൈക്കും ഖാസിഫൻ മിനർ റീഹി ഫയുഗ്രിഖകും ബിമാ കഫർതും സുമ്മ ലാ തജിദു ലക്കും അലൈനാ ബിഹി തബീഅ. നിങ്ങളെ കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അപ്പൊ അവിടെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? തടഞ്ഞു നിർത്തുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. സൂറത്തുൽ ഹൂദിലെ 76-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വഇന്നഹും ആതീഹിം അദാബുൻ ഗൈറു മർദൂദ്, തടയപ്പെടാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷ വരിക എന്നാണ്. അള്ളാഹുവിന്റെ ശിക്ഷ 2 രൂപത്തിൽ വരും. സൂറത്തുൽ അൻആമിൽ പറയുന്നുണ്ട്, ഖുൽ അറഅയ്തകും ഇൻ അതാകും അദാബുല്ലാഹി ബഗ്തതൻ ഔ ജഹറ. ഒന്നുകിൽ പെട്ടെന്നായിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷ, അതല്ലെങ്കിലോ സാവധാനത്തിലായിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷ വരിക. ഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുദ് ളാലിമൂൻ.
അക്രമകാരികളായ ആളുകൾ അവർ നശിപ്പിക്കപ്പെടാതിരിക്കുകയില്ല. അപ്പം അള്ളാഹുവിൻ്റെ ശിക്ഷ രണ്ട് രൂപത്തിൽ. ചിലപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, അവരെ അള്ളാഹു നശിപ്പിക്കും. അതല്ലെങ്കിൽ അവരെ മെല്ലെ പതുക്കെ എന്ത് ചെയ്യും, അവരെ അനുഭവിപ്പിച്ച് ആ ശിക്ഷ ആസ്വദിപ്പിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാം, അവരല്ലാഹു നശിപ്പിക്കുക എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ആ ശിക്ഷ ഭൂമിയിലുള്ള ശിക്ഷയാണ്. രണ്ടാമത്തത് ചരൽക്കാറ്റാണ്. അപ്പൊ ആകാശത്തിൽ നിന്നുള്ള ശിക്ഷയാണ്. അപ്പൊ ആദ്യം ഭൂമിയെ കുറിച്ച് പറഞ്ഞു, പിന്നെ ആകാശത്തെ കുറിച്ച് പറഞ്ഞു. അതിന്റെ കാരണം എന്നത് 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ. ആദ്യം അർദിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആദ്യം ഏത് ശിക്ഷയെ കുറിച്ച് പ്രതിപാദിച്ചത്? ഭൂമിയിലുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിച്ചിട്ട് ശേഷം അള്ളാഹു ആകാശത്തെ കുറിച്ചുള്ള ശിക്ഷ പ്രതിപാദിക്കാനുള്ള കാരണം അത് ഖുർആനിന്റെ ഭാഷ ഭംഗിയാണ്, ഭാഷയിലുള്ള ഖുർആന്റെ സാഹിത്യമാണ്. സൂറത്തുൽ അൻആമിലും സമാനമായത് നമുക്ക് കാണാൻ പറ്റും. ആകാശത്തെ കുറിച്ച് പറയും, എന്നിട്ട് ആദ്യം പറയാം ആകാശത്ത് നടക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ്, ശേഷമാണ് ഭൂമിയിലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. അവിടെ ഫസതഅലമൂന കൈഫ നദീർ, എൻ്റെ നദീർ എങ്ങനെ എന്നുള്ളത് നിങ്ങൾ അറിയും എന്നാണ് അള്ളാഹു പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നദീർ എന്ന് പറയുമ്പോൾ നദീരി എന്നാണ് അർത്ഥം വരുന്നത്. അവിടെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നദീരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ താക്കീത് ഒഴിവാക്കി കളഞ്ഞവന്, കളവാക്കിയവനുള്ള ശിക്ഷ എന്തെയും വൈകാതെ അറിയും. അതല്ലെങ്കിൽ മറ്റൊരർത്ഥം ആ ആയത്തിന് നൽകപ്പെടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും നബിയെ ധിക്കരിച്ചതിനുള്ള പ്രതിഫലം, നബിയെ ധിക്കരിച്ചതിനുള്ള ശിക്ഷ എന്ത് എന്നും നിങ്ങൾ അറിയും. കാരണം അള്ളാഹിന്റെ താക്കീതുകാരൻ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിന്റെ താക്കീതുകാരൻ. ഇനി അടുത്ത ആയത്ത്, വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. വലഖദ് തീർച്ചയായും കദ്ദബ കളവാക്കിയിട്ടുണ്ട്, അല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ളവർ, അല്ലദീന യാതൊരു കൂട്ടർ, മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ളവരും എന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവ അവർക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ആർക്ക് മുമ്പ്? ഖുറൈശികൾക്ക് മുമ്പ്. അപ്പൊ ഖുറൈശികൾക്ക് മുമ്പുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുമാരെ കളവാക്കിയിട്ടുണ്ട്. നൂഹ് നബിയുടെ സമൂഹം, ആദ് നബിയുടെ സമൂഹം, അതേപോലെ ലൂത്ത് നബിയുടെ സമൂഹം, ഇങ്ങനെ ഒരുപാട് ആളുകൾ കളവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാം ഫകൈഫ കാന നകീർ, ഫകൈഫ എങ്ങനെയായിരുന്നു, കാന നകീർ എൻ്റെ പ്രതിഷേധം അവരോട് എങ്ങനെയായിരുന്നു എന്നത് ഫകൈഫ അവരെന്തെയും അറിയും. ഫകൈഫ കാന നകീർ, അതായത് ഈ ഖുറൈശികൾക്ക് അറിയാം മുമ്പത്തെ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാം അവർക്കറിയാം. അതാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു സമാധാനപ്പെടുത്തൽ ഈ ആയത്തിലുണ്ട്. നബിക്കൊരു സമാധാന മേഖല ഈ ആയത്തിലുണ്ട്. അതെങ്ങനെയാണ്? പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വിഷയമാണ് സമൂഹം ദീനിലേക്ക് വരണം, ദീന് സമൂഹം സ്വീകരിക്കണം. അപ്പൊ നബിയെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു പറയാം, മുമ്പുള്ള പ്രവാചകന്മാരെയും എന്ത് ചെയ്തിട്ടുണ്ട്? താങ്കളെ കളവാക്കിയതുപോലെ തന്നെ കളവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ എന്ത് ചെയ്യേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, പ്രബോധനം എവിടെയുണ്ടോ അവിടെ പരീക്ഷണം ഉണ്ടാകും. പ്രബോധനത്തിന്റെ കൂടെ ഉണ്ടാകുന്നതാണ് പരീക്ഷണം എന്നത്. അപ്പൊ പ്രബോധനത്തിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ സുന്നത്താണ് പരീക്ഷണം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ പരീക്ഷണം ഉണ്ടെങ്കിൽ അവിടെ അസ്വബ്റു അലൽ അദാ ഫീഹി, പ്രബോധനത്തിന്റെ വിഷയത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നതാണ്. നമ്മൾ മുൻഗാമികളായ ആളുകളുടെ അവർ പ്രബോധനത്തിൽ ഏർപ്പെട്ട് അവർ ക്ഷമിച്ചതിൻ്റെ 7 അയലത്ത് പോലും നമ്മുടെ ക്ഷമം ചെയ്യൂല, എത്തിപ്പെടൂല. ചില ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സ്തംഭിച്ച് നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് അവർക്ക് ദീനിന്റെ വിഷയത്തിൽ ഇങ്ങനെ മുന്നേറാൻ സാധിച്ചത് എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തും. ഉഹദ് യുദ്ധവേളയിൽ ഒരു സ്ത്രീയുടെ ചരിത്രം വായിക്കുകയുണ്ടായി. ഉമ്മു അമ്മാറ എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീ ഉഹദ് യുദ്ധത്തിൽ പരിക്കേറ്റ ആളുകളുണ്ടാവും, അവരെ ശുശ്രൂഷിക്കാനാണ് സ്ത്രീകളുടെ ജോലി. ആ സ്ത്രീക്ക് ഉഹദ് യുദ്ധത്തിൽ 12 മുറിവുകളാണ്. ആ ഉമ്മാക്ക് ഉഹദ് യുദ്ധത്തിൽ 12 മുറിവുകൾ. അതിൽ ഒരു മുറിവിനെ കുറിച്ച് ചരിത്രകാരനായ അൽ വാഖിദി റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കുന്നത്, ദാവത്ത് ജുർഹഹ സന, 1 വർഷം എടുത്തിട്ടുണ്ട് എന്നാണ്. ഒരു മുറിവ് ഉണങ്ങാൻ
1 വർഷം എടുത്തു. 12 മുറിവാണ് ആ യുദ്ധത്തിൽ ഉണ്ടായത്. ഉഹദ് യുദ്ധം നമുക്കറിയാം, 70ഓളം വരുന്ന സഹാബാക്കൾ വഫാത്തായ യുദ്ധമാണ് ഉഹദ് യുദ്ധം. റസൂലിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം റസൂലിനുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു യുദ്ധം. അപ്പം ആ യുദ്ധം കഴിഞ്ഞ് രാവിലത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു വിളംബരം നടത്തുക. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് വിളംബരം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു യുദ്ധപ്പുറപ്പാടിന് വേണ്ടിയിട്ട് ഹംറാഉൽ അസദിലേക്ക് നിങ്ങൾ വരണം എന്ന് റസൂൽ എന്ത് ചെയ്തു? ബിലാലിനോട് വിളംബരം ചെയ്തു. ആ വിളംബരം ചെയ്തപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, യുദ്ധം കഴിഞ്ഞിട്ട് രാവിലെ ആയിട്ടുള്ളൂ. ആ യുദ്ധത്തിൽ ആരാണോ പങ്കെടുത്തത് അതേ ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്? ഹംറാഉൽ അസദിലും പങ്കെടുക്കേണ്ടത്. ഒരു സഹാബി പോലും എന്ത് ചെയ്തില്ല, പിന്തി നിന്നില്ല എന്നാണ്. എല്ലാ ആളുകളും മുന്നോട്ട് വന്നു. ഈ ഉമ്മാന്റെ ആ ജുർഹിനെ കുറിച്ച്, തോളിലേറ്റ മുറിവിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ചോര ഇങ്ങനെ ഒലിക്കുകയാണെന്നാണ്. ചോര ഒലിക്കുകയാണ്. ഒരു കഷ്ണം തുണിയെടുത്ത് അത് തൻ്റെ മുതുകിൽ കെട്ടിയിട്ടാണ് ഉമ്മു അമ്മാറ ഹംറാഉൽ അസദിലേക്ക് പുറപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് അവർ സഹിച്ച ത്യാഗം അത് അങ്ങേയറ്റാണ്. കാരണം അവരുടെ ലക്ഷ്യം സ്വർഗം മാത്രമായിരുന്നു. സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ ലക്ഷ്യം എത്രത്തോളം വലുതാണോ അതിനനുസരിച്ചിട്ട് എന്തും വലുതാകണം, പ്രവർത്തനങ്ങളും വലുതാകണം എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് അവരുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ പ്രബോധനം എവിടെ ഉണ്ടോ അവിടെ സ്വാഭാവികമായിട്ടും പരീക്ഷണങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാകും. അതിലൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അവരെ കാത്തു നിൽക്കുന്നത് എന്നാണ് തിരിച്ചറിയേണ്ടത്. അതാണ് 18ാമത്തെ ആയത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി 19ാമത്തെ ആയത്തിൽ അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന അവലം യറൗ ഇല ത്വയ്ർ, അവർ പക്ഷികളിലേക്ക് നോക്കുന്നില്ലേ? ഫൗഖഹും അതെവിടെയുള്ളത്? അവരുടെ മുകളിലാണ്. സാഫാത്തിൻ, സാഫാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസിതാത്തിൻ അജ്നിഹതഹ ഇൻദ ത്വയ്റാനിഹാ ഫിൽ ഹവാഇ, ചിറക് വിടർത്തിക്കൊണ്ട് പറക്കുന്നതിനെയാണ് സാഫാത്ത് എന്ന് പറയാം. വയഖ്ബിദ്ന, ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? പറക്കുക. അപ്പൊ അങ്ങനെ പറക്കുന്ന പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, അതിനെ പിടിച്ചു നിർത്തുന്നത് ആരാ? അല്ലാഹു ആണ് അതിനെ ആകാശത്ത് പിടിച്ചു നിർത്തുന്നത്. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അല്ലാഹു എല്ലാ കാര്യങ്ങളെ കുറിച്ചും കണ്ടറിയുന്നവനാകുന്നു. അപ്പൊ ആ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നത് ആ പക്ഷികളിലേക്ക് നോക്കുന്നില്ലേ, ആ നോട്ടത്തിൽ എന്തുണ്ട്? ദൃഷ്ടാന്തം ഉണ്ട് എന്നാണ്. ആ നോട്ടത്തിലേക്ക് ആരിലേക്ക് എത്തിച്ചേരും? അള്ളാഹുവിലേക്ക് അവൻ എത്തിച്ചേരും. അപ്പൊ നമുക്ക് തന്നെ അറിയാം, പക്ഷികളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ബോധ്യപ്പെടും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിലെ 79ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പക്ഷി പറക്കുന്നത് കാണുമ്പോൾ അള്ളാഹുവിലേക്ക് എത്തിപ്പെടും എന്നതാണ്, അള്ളാഹുവിനെ തിരിച്ചറിയും എന്നുള്ളതാണ്. അവിടെ പക്ഷികളെ കുറിച്ച് നമ്മളൊരു ചെറിയൊരു പഠനം നടത്തുമ്പോൾ ഏകദേശം 11,000-ഓളം സ്പീഷീസുകൾ എന്തുണ്ട്? പക്ഷികളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. 40 മില്യൺ മുതൽ 50 ബില്യൺ മുതൽ 400 ബില്യൺ വരെ പക്ഷികൾ ലോകത്തുണ്ട് എന്നാണ്. 50 ബില്യൺ മുതൽ 400 ബില്യൺ കണക്കിന് പക്ഷികളാണ് ഭൂമുഖത്തുള്ളത്. അവിടെ അത് പറക്കുന്നത് തന്നെ നമ്മൾ നോക്കിയാൽ മതി. 2 രൂപത്തിലാണ് പക്ഷികൾ പറക്കുക. ഒന്ന് ഗ്ലൈഡിങ് എന്നാണ് ആ പറക്കൽ എന്ന് പറയാം. ഗ്ലൈഡിങ് എന്ന് പറയുമ്പോൾ ചിറകൊന്നും തെയ്യൂല, ചിറകൊന്നും അടിക്കൂല, ചിറകടിക്കാതെ ഇങ്ങനെ പോകുന്ന പക്ഷികളുണ്ട്. ഇപ്പൊ ആൽബട്രോസ് എന്ന് പറയുന്ന ഏറ്റവും നീളമുള്ള ചിറകുള്ള പക്ഷിയാണ്. ആ പക്ഷി എന്ത് ചെയ്യൂല? ആ പക്ഷി അധികവും ചിറകടിക്കാറില്ല, ചിറകടിക്കാതെയാണ് ദൂരെ യാത്രകൾ നടത്തുക. അപ്പൊ അതിനാരാ പിടിച്ചു നിർത്തുക? അള്ളാഹു ആണ്. അതിനെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹു ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു രംഗമാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പറയാം, അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, അള്ളാഹു അല്ലാതെ മറ്റാരും എന്ത് ചെയ്യുന്നില്ല, അതിനെ പിടിച്ചു നിർത്തുന്നില്ല. അപ്പൊ ഒരു പക്ഷിയെ പിടിച്ചു നിർത്തുന്ന അള്ളാഹുവാണ്. എന്നാൽ ആകാശഭൂമികളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാലോ, ആകാശങ്ങൾക്ക് തൂണുണ്ടോ നിൽക്കാൻ? ഇല്ല, തൂണില്ല. അതിന് അവലംബിക്കാൻ മാത്രമുള്ള യാതൊന്നുമില്ല. എന്നിട്ടും ആകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? അള്ളാഹുവാണ്. അതിനെ പിടിച്ചു നിർത്തുന്നത്
അള്ളാഹു ആണ്. അതോടൊപ്പം തന്നെ പക്ഷികളുടെ വിഷയത്തിൽ തന്നെ ചിറകുള്ളത് കൊണ്ടല്ല എന്ത് ചെയ്യുന്നത് അവരവിടെ നിൽക്കുന്നത്, മറിച്ച് അള്ളാഹു അവിടെ നിർത്തുന്നത് കൊണ്ടാണ്. ചിറകുള്ള ഒരുപാട് പക്ഷികളുണ്ട്, പറക്കാൻ പറ്റാത്ത എന്നാൽ ചിറകുള്ള പക്ഷിയാണ് ഇത് ഓസ്ട്രിച്ചിന് ചിറകുണ്ട്, എന്നാൽ പറക്കാൻ പറ്റുമെന്ന് ചോദിച്ചാലോ പറക്കാൻ പറ്റൂല. അപ്പൊ അവിടെ ചിറകുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം, മറിച്ച് അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത് പിടിച്ചു നിർത്തുന്നത്. എന്നിട്ട് അള്ളാഹു അവിടെ ഉപയോഗിച്ച പദം ശ്രദ്ധിച്ചു നോക്കിയേ, ഇല്ല റഹ്മാൻ. അള്ളാഹു എന്നല്ല, ഇല്ലല്ലാ എന്നല്ല, ഇല്ല റഹ്മാൻ. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് എന്ത് അള്ളാഹു പക്ഷികളെ പിടിച്ചു നിർത്തുക എന്നത്. അള്ളാഹുവിന്റെ അതീവ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അള്ളാഹു ഓരോ സൃഷ്ടികൾക്കും എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് കണ്ടറിയുന്നവനാകുന്നു. ഓരോ സൃഷ്ടികൾക്കും എന്താണോ നൽകേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അള്ളാഹുവിനറിയാം. അടുത്ത ആയത്ത്, അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൻ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഖുറൂർ. അപ്പോൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി നിർഭയരായിരിക്കുകയാണോ എന്നൊക്കെയാണ് ചോദിച്ചു വന്നത്. എന്നിട്ട് ഈ ആയത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നൊന്നില്ല രക്ഷപ്പെടുത്താൻ അള്ളാഹു അല്ലാതെ യാതൊരാൾക്കും സാധിക്കുകയില്ല. നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യൂല, ഒരിക്കലും സഹായിക്കാൻ സാധിക്കുകയില്ല. ആർക്കേ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമാണ് എന്നാണ് 20-ാമത്തെ ആയത്തിൽ അള്ളാഹു സ്ഥിരപ്പെടുത്തുന്നത്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൻ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെ സഹായിക്കുവാൻ ഒരു പട്ടാളമായിട്ടുള്ളവർ ആരുണ്ടെന്ന്. അമ്മൻ ആരാണുള്ളത്, ഹാദല്ലദീ ഹുവ ജുൻദുൻ ലക്കും നിങ്ങൾക്ക് സൈന്യമായിക്കൊണ്ട്, യൻസുറുക്കും നിങ്ങളെ സഹായിക്കുവാൻ മിൻ ദൂനിർ റഹ്മാൻ റഹ്മാനിനെ കൂടാതെ. അപ്പൊ എത്ര വലിയ സൈന്യം വന്നാലും അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തില്ല, ഒരാളില്ല. അപ്പൊ ആരുണ്ട് എന്നുള്ളത് ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണോ? അല്ല, ആരുമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരെ വഷളാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അത് ചോദിക്കുന്നത്. സൂറത്തുൽ അംബിയായിലെ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അം ലഹും ആലിയത്തുൻ തംനഉഹും മിൻ ദൂനിനാ ലാ യസ്തതീഊന നസ്റ അൻഫുസിഹിം വലാ ഹും മിന്നാ യുസ്ഹബൂൻ. ലാ യസ്തതീഊന നസ്റ അൻഫുസിഹിം. സ്വന്തത്തിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, സഹായിക്കാൻ പറ്റൂല. സ്വന്തത്തിന് തന്നെ അവർക്ക് സഹായിക്കാൻ പറ്റൂല, പിന്നെയല്ലേ ബാക്കിയുള്ള ആളുകളെ സഹായിക്കാന്ന്. എന്നിട്ട് അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്, ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഖുറൂർ. സത്യനിഷേധികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക മാത്രമാണെന്ന്. ഇനിൽ കാഫിറൂന കാഫിരീങ്ങൾ ഇല്ലാ ഫീ ഖുറൂർ, വഞ്ചനയിലാണ്. എന്താ വഞ്ചനയിൽ അകപ്പെട്ടത്? ഈ പറഞ്ഞ ഒന്നിനും കൊള്ളാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, ആരാധിക്കുന്നു. എല്ലാത്തിനും ഉടമയായ, എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന, എല്ലാത്തിനെയും പരിപാലിക്കുന്ന, എല്ലാത്തിനെയും സംവിധാനിച്ച ആ അള്ളാഹുവിനെ മറന്നിട്ട് ഇവരൊക്കെ സഹായിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഇവരിലേക്ക് എന്ത് ചെയ്തു, അവലംബം വെച്ചു പുലർത്തി. അതാണ് പറയുന്നത്, അവർ വഞ്ചനയിൽ അകപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു അടുത്ത ആയത്തിൽ പറയാണ്, സഹായിക്കാനും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ആരെയുള്ളൂ, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന അടുത്ത ബോധ്യപ്പെടുത്തലാണ്. അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖ. അമ്മൻ ഹാദല്ലദീ, ഈ ഒരുവൻ, യർസുഖുകും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, റിസ്ഖ് നൽകുന്നു. ഇൻ അംസക, അവൻ പിടിച്ചു വെച്ചാൽ, റിസ്ഖഹു, അവന്റെ റിസ്ഖ് അവൻ പിടിച്ചു വെച്ചു എന്ന് വിചാരിക്കാം. ബൽ ലജ്ജു ഫീ ഉതുവിൻ വനുഫൂർ. അല്ലാഹു റിസ്ഖിനെ പിടിച്ചു വെച്ചാൽ ഉപജീവനം നൽകുന്നവനായി ആരുണ്ടെന്നാ ചോദിക്കുന്ന. അമ്മൻ, ആരാണുള്ളത് റിസ്ഖിനെ നൽകുന്നത്? അള്ളാഹു പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ ആര് നിങ്ങൾക്ക് റിസ്ക് നൽകും എന്നുള്ള ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ബൽ ലജ്ജു, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ മുഴുകിക്കളയുക, ഫീ ഉതുവിൻ വനുഫൂർ, ധിക്കാരത്തിലും വെറുപ്പിലും നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ആ ആയത്ത് അവസാനിക്കുന്നത്. അപ്പൊ അവിടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് അള്ളാഹു ചോദിക്കുന്നത്, ആരാണ് അള്ളാഹു റിസ്കിനെ പിടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് റിസ്ക് നൽകുക? അവിടെയാണ് നമ്മുടെ മനസ്സിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ട വിഷയമാണ് റാസിഖാര അള്ളാഹുവാണ്. അതാണ് സൂറത്തുൽ ദാരിയാത്തിൽ അള്ളാഹു പറയുന്നത്, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വതിൽ മതീൻ. അള്ളാഹുവാണ് അർ റസ്സാഖ് എന്നാണ്, ഒരുപാട് റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. അർ റസ്സാഖ് എന്ന് പറഞ്ഞാൽ അൽ കസീറുൽ അർസാഖ്, ഒരുപാട് എന്ത് ചെയ്യാൻ, റിസ്കായി നൽകുക. അപ്പൊ ഇവിടെ അള്ളാഹു റിസ്ക് നൽകുന്നത് ആർക്കൊക്കെയാണ്? മനുഷ്യന്മാർക്ക് മാത്രമാണോ? അല്ല, എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു റിസ്ക് നൽകുന്നുണ്ട്.
8.7 മില്യൺ സ്പീഷ്യസുകൾ ഭൂമിയിലുണ്ട്. അതിനെല്ലാം റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. എന്നാൽ ലോകത്തുള്ള ഏറ്റവും വലിയ കോടീശ്വരനോട് ഒരു സ്പീഷീസിന് റിസ്ക് നൽകാൻ പറഞ്ഞാൽ അവൻ്റെ പൈസ മതിയാവൂല, അവൻ്റെ പൈസ അതിന് മതിയാവൂല എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിൻ്റെ റിസ്ക് അത്രയും വിശാലാണ്. അതാണ് സൂറത്തുൻ നഹ്ലിലെ 96-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖിൻ. നിങ്ങളുടെ അടുക്കലുള്ളത് എന്തെയും തീർന്നു പോകും, അള്ളാഹിൻ്റെ അടുക്കലുള്ളതോ തീരുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല. പലപ്പോഴും റിസ്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ? പണമായിരിക്കാം. പല ആളുകൾക്ക് ഓർമ്മ വരുന്നത് റിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ പണമാണ് ഓർമ്മ വരുന്നത്. എന്നാൽ അവിടെ നമ്മൾ ആ ഒരു വിലയിരുത്തൽ ശരിയല്ല. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റിസ്ക്കാണ്. നമുക്ക് അനുഗ്രഹമായി ലഭിക്കുന്നതൊക്കെ എന്താണ്? റിസ്ക്കാണ്. നല്ല ഇണ റിസ്ക്കാണ്. അതേപോലെ തന്നെ നമുക്ക് ഇബാദത്തിന് തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് റിസ്ക്കാണ്. അറിവ് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് റിസ്ക്കാണ്. ഭംഗി എന്നത് റിസ്ക്കാണ്. ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അനുഗ്രഹമായി എന്തൊക്കെ ലഭിക്കുന്നുണ്ട് അതൊക്കെ റിസ്ക്കിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അതായത് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷവും ആയിഷ റളിയല്ലാഹു അൻഹയോട് എന്ത് ചെയ്യുന്നുണ്ട്? റസൂൽ ഖദീജ ബീവിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ആടിനെ അറുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റസൂൽ പറയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഫഅഗ്ളബ്തുഹു യൗമൻ, ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ദേഷ്യപ്പെട്ടു. ഫഖുൽതു ഖദീജ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് എപ്പോഴും ഈ ഖദീജയെ ഓർക്കാൻ മാത്രമാണ് നേരം എന്ന രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹാ. റിസ്ക് എന്നുള്ള പ്രയോഗമാണ് അവിടെ പ്രയോഗിച്ചത്. അവളോടുള്ള സ്നേഹത്താൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഊട്ടപ്പെട്ടിട്ടുണ്ട്. അവളോടുള്ള സ്നേഹമാണ് എനിക്ക് അള്ളാഹു റിസ്ക്കായി തന്നിട്ടുള്ളത് എന്നാണ് റസൂൽ അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ സ്നേഹം എന്നുള്ളത് എന്താണ്? റിസ്ക്കാണ്. അപ്പൊ റിസ്ക് എന്നുള്ളത് നമ്മൾ എന്തിൽ ചുരുക്കരുത്? നമ്മൾ അത് ധനത്തിൽ മാത്രം ചുരുക്കരുത്, മറിച്ച് നമുക്ക് അനുഗ്രഹമായി ലഭിക്കുന്നതെല്ലാം റിസ്ക്കാണ്. റിസ്ക്കിനെ തന്നെ 2 രൂപത്തിലാണ് പണ്ഡിതന്മാർ വിഭജിച്ചത്. ഒന്ന്, അള്ളാഹു എല്ലാ ആളുകൾക്കും നൽകുന്ന റിസ്ക്കാണ്. ഭൂമിയുടെ ചുവട്ടിൽ ഏതൊക്കെ മനുഷ്യനുണ്ടോ ആ ചുവട്ടിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു റിസ്ക് നൽകുന്നുണ്ട്, മഴ പെയ്യിപ്പിക്കുന്നുണ്ട്, സൂര്യപ്രകാശം നൽകുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു എല്ലാ ആളുകൾക്കും നൽകുന്ന റിസ്ക്കാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ യാതൊരു ജന്തുവുമില്ല അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ റിസ്ക് ഉണ്ടായിട്ടല്ലാതെ. വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ. അള്ളാഹുവിന് അവരുടെ താമസ സ്ഥലവും അറിയാം, ആ റിസ്ക് എവിടെയാണുള്ളത് എന്നും അള്ളാഹുവിന് അറിയാം. കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. എല്ലാം ഒരു വ്യക്തമായ വേദഗ്രന്ഥത്തിൽ അള്ളാഹു അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ ഇബാദി, ഓ അടിമകളെ, ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും ഖാമു ഫീ സഈദിൻ വാഹിദിൻ. എല്ലാ മനുഷ്യന്മാരും എല്ലാ ജിന്നുകളും ഒരു പ്രതലത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ജിന്നുകളും. ഫസഅലൂനി, എന്നിട്ട് എന്നോട് ചോദിക്കാൻ. ഖുദ്സിയായ ഹദീസാണ്, അള്ളാഹു പറയുന്നതാണ്. കുല്ല ഇൻസാനിൻ മസ്അലത, എന്താണോ ചോദിച്ചത് അതെന്ത് ചെയ്യും? അള്ളാഹ് എല്ലാവർക്കും കൊടുക്കും. മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. കടലിലേക്ക് ഒരു സൂചി ഇട്ടെടുത്താൽ എത്രയാണ് കുറയാ? ഒന്നുമില്ല, കുറയാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനേക്കാളും എന്താണ്? ഒന്നും അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് കുറയുന്ന അവസ്ഥ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് തീരുന്ന അവസ്ഥാവിശേഷമില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് റിസ്ക് യാ റസ്സാഖ്, യാ റസ്സാഖ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് റിസ്കിനെ ചോദിക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ റിസ്ക്, എല്ലാവർക്കും നൽകുന്നത്. രണ്ടാമത്തേത് റിസ്ഖുൻ ഖാസാണ്, പ്രത്യേകമായ റിസ്ക്കാണ്. അത് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്നതാണ്. അവർക്ക് നല്ല സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകുക, ഈമാൻ നൽകുക, ഹൃദയത്തിന് ശാന്തി നൽകുക. അപ്പം ഇതൊക്കെ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന റിസ്ക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഖദ് അഫ്ലഹ മൻ അസ്ലം വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ. ഇസ്ലാം സ്വീകരിച്ചവൻ വിജയിച്ചു, റിസ്ക് ലഭിച്ചവനും വിജയിച്ചു. എങ്ങനെ റിസ്ക് ലഭിച്ചവൻ? കഫാഫൻ, വലിയ പണക്കാരനല്ല എന്നാൽ ദരിദ്രനുമല്ല, അത്യാവശ്യം വേണ്ടത് എന്ത് ചെയ്യുന്നുണ്ട്? റിസ്ക്കായി ലഭിച്ചിട്ടുണ്ട്. വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ, അള്ളാഹു നൽകിയതിൽ അവൻ എന്താണ്? തൃപ്തി അടഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തൻ എന്ത് ചെയ്തു? വിജയിച്ചു. 3 ക്വാളിറ്റി ഉള്ളവൻ വിജയിച്ചു എന്നാണ്. മുസ്ലിമാണ്,
അള്ളാഹു കഫാഫായി റിസ്ക് നൽകിയിട്ടുണ്ട്. ആ റിസ്കിൽ അവൻ തൃപ്തനുമാണ്. അങ്ങനെയുള്ള ഒരാൾ അവൻ വിജയിച്ചിട്ടുണ്ട്. യഥാർത്ഥ സമ്പന്നൻ ആര് എന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർദ് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. അതായത് ഒരുപാട് ദുനിയാവിലെ ഓഹരി ഉണ്ടാവുക എന്നുള്ളതല്ല എന്ത് സമ്പത്ത്, സമ്പന്നൻ എന്നത്. മറിച്ച് ഹൃദയം ശാന്തി അടയുക, ഹൃദയത്തിനൊരു സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് എന്ത് സമ്പന്നന്റെ അടിസ്ഥാനം. ഒരുപാട് പണമുണ്ട്, എന്നാൽ ഹൃദയത്തിൽ എന്തില്ല, യാതൊരു സമാധാനം ഇല്ലെങ്കിലോ? അപ്പൊ അവിടെ സമ്പന്നത എന്നുള്ളത് എന്തല്ല, ഒരുപാട് പണം ഉണ്ടാവുക, ദുനിയാവിൽ ഒരുപാട് ഓഹരി ഉണ്ടാവുക എന്നുള്ളതല്ല, മറിച്ച് ഹൃദയത്തിന് ശാന്തി ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരിക്കൽ ബനു ഉമയ്യയിലെ ഒരാൾ എന്ത് ചെയ്തു, അബൂ ഹാസിം റഹിമഹുള്ളക്ക് ഒരു കത്ത് എഴുതാൻ. ബനു ഉമയ്യയിലെ ഒരാൾ അബൂ ഹാസിം എന്ന പണ്ഡിതന്റെ കത്ത് എഴുതാൻ. ആ കത്തിൽ കൊടുത്തിട്ടുള്ളത് താങ്കൾ എന്ത് ചെയ്യണം, താങ്കളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരാൻ വേണ്ടിയിട്ട് താങ്കൾ കത്ത് എഴുതണം എന്നാണ്. ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരാൻ വേണ്ടിയിട്ട് താങ്കൾ എന്ത് ചെയ്യണം, രാജാവിന് കത്ത് എഴുതണം എന്നൊരു കത്താണ് അബൂ ഹാസിമിന്റെ കയ്യിൽ കിട്ടുന്നത്. അബൂ ഹാസിം തിരിച്ചിട്ട് കത്ത് എഴുതാണ്, അമ്മാ ബഅദു ഫഖദ് ജാഅനി കിതാബക തഅസിമു അലയ്യ അൻ അർഫഅ ഇലൈക ഹവായിജി. എൻ്റെ ആവശ്യങ്ങളൊക്കെ താങ്കളോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ താങ്കൾ കത്ത് എഴുതിയിട്ടുള്ളത്. ഖദ് റഫഅതു ഹവായിജി ഇലാ റബ്ബി മാ അഅതാനി മിൻഹാ ഖബിൽതു. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ആരിലേക്ക് ഉയർത്തിയിട്ടുണ്ട്, റബ്ബിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. റബ്ബ് തന്നതിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തൃപ്തിപ്പെട്ടിട്ടുമുണ്ട്. വമാ അംസക അന്നി മിൻഹാ ഖനിഅതു. റബ്ബ് തരാതെ പിടിച്ചു വെച്ചതിൽ നിന്ന് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തിൻ്റെ ആവശ്യമില്ല, എൻ്റെ അടുക്കലിൽ നിന്നുള്ള യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് വലിയ ഗുണമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ബാക്കിയുള്ള ആളുകളുടെ ദുനിയവിയായ ഓഹരികൾ കണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനനുസരിച്ചിട്ട് നമ്മുടെ അടുത്തൊന്നുമില്ല എങ്കിലും കടം വാങ്ങിയിട്ട് വാങ്ങുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് പല ആളുകൾക്കും എന്തില്ല, അന്യമായി പോയ ഒരു സ്വഭാവമാണ്. അപ്പുറത്തെ വീട്ടിലെ ആൾ കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഉഷാറായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കല്യാണം നടത്തണം എന്ന അവസ്ഥയിലേക്കാണ് മാറുന്നത്. അപ്പുറത്തെ വീട്ടിലെ ആൾ 2 നില വീടാണെങ്കിൽ നമ്മൾ 3 നില വീട് കെട്ടണം എന്ന് ദുനിയാവിൻ്റെ വിഷയത്തിൽ മത്സരിക്കുന്ന അവസ്ഥയിലേക്കും, എന്നാൽ ആഖിറത്തിന്റെ വിഷയത്തിൽ യാതൊരു മത്സരവും ഇല്ലാതെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. വീട്ടിലെ ഭാര്യയ്ക്ക് സംസാരിക്കാനുള്ളതും ദുനിയാവ്, ഭർത്താവിനെ തിരിച്ച് സംസാരിക്കാനുള്ളതും ദുനിയാവ്. എന്നാൽ ആഖിറത്തിനെ കുറിച്ച് ഇവരാരെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. ആഖിറത്തിന് ഒരു പ്രേരണയായിട്ട് ഭാര്യ ഭർത്താവിന് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ ഇല്ല. തിരിച്ചങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാലോ അതുമില്ല. രണ്ടാളുകൾക്കും അവരുടെ അധിക സമയങ്ങളിൽ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന നശിച്ചു പോകുന്ന ദുനിയാവിനെ കുറിച്ചാണ്. അവിടെയാണ് ആഖിറത്തിനെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ആലോചിക്കണം. അതിൻ്റെ പ്രാധാന്യം അങ്ങേയറ്റമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള സ്വഭാവം രണ്ടാളുകൾക്കും ഉണ്ടാകണം. അത് നമ്മുടെ മക്കളിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ സവിശേഷ ഗുണമാണ്. റിസ്കിന്റെ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മൾ റിസ്കിന്റെ വിഷയത്തിൽ ഒന്നുകിൽ നമ്മുടെ ജോലിയിലായിരിക്കും നമ്മൾ അവലംബിക്കുക, ഒന്നല്ലെങ്കിൽ ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ വയസ്സായ ആളുകളാണെങ്കിൽ അവരുടെ മക്കളിലായിരിക്കും എന്ത് ചെയ്യുക, റിസ്കിന്റെ വിഷയത്തിൽ അവലംബിക്കുക. അത് നഷ്ടപ്പെട്ടാലോ, അത് നഷ്ടപ്പെട്ട വല്ലാത്ത ബേജാറായിരിക്കും നമുക്ക്. നമ്മുടെ എല്ലാ അവലംബവും ആ കാരണത്തിന്റെ മേലിലാണ്. ഒരിക്കലും കാരണത്തിന്റെ മേലിൽ എന്ത് ചെയ്യാൻ പറ്റൂല, അവലംബമാക്കാൻ പറ്റൂല എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റാസിക്കാരാ അല്ലാഹുവാണ്. അതിനൊരു കാരണം മാത്രമാണ് എന്ത്, നമ്മുടെ ജോലി. അതിനൊരു കാരണം മാത്രമാണ് നമ്മുടെ ജോലി. ഈ ജോലി പോയാൽ തന്നെ അള്ളാഹു എന്ത് ചെയ്യും, വേറെ മാർഗം വല്ലതും തരും. കാരണം റാസിക്കാരാ അല്ലാഹുവാണ്. അതല്ലാതെ ഈ ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തൂക്കുകയറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു റാസിക്കാണ് എന്ന വിശ്വാസം ഇവിടെ പോയി. അള്ളാഹു ആണ് റാസിക്ക് എങ്കിൽ എന്ത് പ്രയാസം ഉണ്ടായാലും അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ മൈനസ് വന്നാലും 0 ആയാലും അവനക്കൊരു വിഷമില്ല. കാരണം എന്താ, അള്ളാഹു രേഖപ്പെടുത്തിയത് തിന്നാതെ എന്ത് ചെയ്യൂല, ദുനിയാവിൽ നിന്ന് പോകൂല എന്നുള്ളതാണ്. അള്ളാഹു രേഖപ്പെടുത്തപ്പെട്ട ഒന്നും തിന്നാതെ ഈ ദുനിയാവിൽ നിന്ന് പോകൂല എന്ന് നമുക്ക് ഉറപ്പാണ്. അള്ളാഹു റാസിക്കാണെന്ന് ഉറപ്പാണ്. അള്ളാഹുവിന്റെ ഖജനാവ് തീരൂല എന്ന് ഉറപ്പാണ്. അള്ളാഹിനോട് എന്ത് ചെയ്താൽ മതി, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. അപ്പൊ കാരണങ്ങളുമായി ഒരിക്കലും ഒരു മനുഷ്യൻ അതിനെ അവലംബിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. എന്നാ കാരണങ്ങൾ സ്വീകരിക്കണം എന്ന് ചോദിച്ചാലോ, കാരണങ്ങൾ സ്വീകരിക്കണം. വീട്ടിലിരുന്നാൽ എന്ത് ചെയ്യൂല, റിസ്ക് വരൂല, റിസ്കിനെ തേടിപ്പോകണം. പക്ഷേ ആ റിസ്കിനെ തേടിപ്പോകുന്ന സന്ദർഭത്തിലെല്ലാം നമ്മുടെ അവലംബം ആര് തന്നെ ആയിരിക്കണം, അള്ളാഹു തന്നെ ആയിരിക്കണം. അപ്പോഴാണ് ആ ഈമാനിന്റെ ആസ്വാദനം നമുക്ക് നുകരാൻ സാധിക്കുക.
അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ കുറിച്ച് റിസ്കിൻ്റെ വിഷയത്തിൽ എപ്പോഴും നല്ലത് വിചാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അതല്ല എങ്കിൽ മോശമായിട്ട് വിചാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മെ ബാധിക്കും. ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ തന്നെ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? എന്തെങ്കിലും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം അള്ളാഹു ഇങ്ങനെ ഒരു പ്രയാസം തന്നത്. ആ രൂപത്തിലാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലത് അള്ളാഹു നമുക്ക് തരും. ആരെങ്കിലും എന്നിൽ നന്മ ഉദ്ദേശിച്ചാൽ, എൻ്റെ വിഷയത്തിൽ നന്മ വിചാരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? നന്മയായി മാറും. അപ്പോൾ അവിടെ അള്ളാഹിൻ്റെ വിഷയത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും നന്മ വിചാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ റിസ്കിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. റിസ്ക് എന്നത് അള്ളാഹു പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തരാൻ എന്ത് ചെയ്യൂല, ആർക്കും പറ്റൂല എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ബല്ലജ്ജു, നിങ്ങൾ തുടർന്നു കൊള്ളുക, ഫീ ഉതുവിൻ, നിങ്ങളുടെ അഹങ്കാരത്തിൽ, വനുഫൂരിൻ, നിങ്ങൾ ഹക്കിൽ നിന്ന് പിന്തിരിയുന്നതും അതോടൊപ്പം അഹങ്കാരം നടിക്കുന്നതിലും നിങ്ങൾ പിന്തുടർന്നു കൊള്ളുക എന്നാണ് അവിശ്വാസികളോട് പറഞ്ഞു വെക്കുന്നത്. അപ്പം അതാണ് ആ ആയത്തിൻ്റെ ആശയം. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ നൽകിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെട്ട് ജീവിക്കുന്ന അവൻ്റെ ഉന്നതന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ റമളാനിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന അടിമകളിൽ നമ്മെ അള്ളാഹു ചേർക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.